ഇതാരാണെന്നറിയാമോ? ഇദ്ദേഹമാണ് ഡോക്ടർ മുഹമ്മദ് നജീബുള്ള. അഫ്ഗാനിസ്ഥാൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായിരുന്നു. കാബൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിസിൻ പഠിച്ചിറങ്ങിയ ഇദ്ദേഹം 1986 പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 മുതൽ 92 വരെ അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഇസ്ലാമിന് കൂടുതൽ പ്രാധാന്യം നൽകി മുജാഹിദീൻ തീവ്രവാദി ഗ്രൂപ്പുകളുമായി സമാധാനത്തിന് ശ്രമിച്ചു. രാജ്യത്തെ സ്ഥിരതയിലേക്ക് നയിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. സോവിയറ്റ് പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിർത്തി. എന്നാൽ മുജാഹിദീനുകൾ യുദ്ധം തുടർന്നു. 1992 ഏപ്രിലിൽ അഫ്ഗാൻ മുജാഹിദീൻ കാബൂളിലേക്ക് വരുമ്പോൾ അദ്ദേഹം രാജിവെച്ച് UN കോമ്പൗണ്ടിൽ അഭയാർത്ഥിയായി താമസിച്ചു. 4 വർഷത്തിനു ശേഷം താലിബാൻ കാബൂൾ പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെയും സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തി ശരീരം ട്രക്കിന് പിന്നിൽ വലിച്ചിഴച്ച് ഒരു പോസ്റ്റിൽ തൂക്കി. ഇത് ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കി. ഇതുപോലൊരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് 2021 താലിബാൻ വീണ്ടും അധികാരം പിടിക്കാൻ വന്നപ്പോൾ അപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ഖാനി കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് രാത്രിക്ക് രാത്രി കാബൂൾ വിട്ടത്.